എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഫ്ലാഷ് ബാക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ സംവാദ അപ്ഡേറ്റ് ചെയ്യുന്നത്. മാസപ്പടി കേസിൽ അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് ED കടന്നിരിക്കുകയാണ്. കൊച്ചി രാജ്യത്തെ ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്കുക. അവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പിണറായി വിജയന്റെ 2 വീടുകൾക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ തല്ലിപ്പൊട്ടിച്ചും കടകമ്പോളങ്ങൾ അടിച്ചു തകർത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്. സത്യം പറയുമെന്താ തല്ലണോ? തല്ലരുത്. അത് എന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ? വന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ലാന്നുള്ളത്. അതോ അത് ഞാനല്ല. വടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു? നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവനാരാണെന്ന് നിനക്കറിയില്ല. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുഞ്ഞിനും കുത്തണ്ട. ഉണ്ട് പോണു. സമാധാനപരമായിട്ടാണ് എല്ലാ പ്രതിഷേധവും രേഖപ്പെടുത്തി മുന്നോട്ടേക്ക് പോകേണ്ടത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. DGP വാഹനം അത്രമേൽ തല്ലി തകർത്ത ആക്രോശത്തോടുകൂടി അങ്ങേയറ്റത്തെ സുരക്ഷ. ഇതെന്താ സാർ, വെള്ളരിക്കപ്പെടണോ? സമാധാനപരമായിട്ടാണ്. ഇവനെങ്ങനെ തല്ലിച്ചേക്കാൻ എന്താ ബീഹാറോ? ഇവനെന്തെങ്കിലും സംഭവിച്ച നീ ഉത്തരം പറയും. വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ഒന്നിച്ച് നമുക്ക് ഇറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ? എന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ലാന്നുള്ളത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.